കൈക്കൂലി വാങ്ങിയ ഡിവൈഎസ്പി ഓട് പൊളിച്ച് രക്ഷപ്പെടാൻ പോയി. വിജിലൻസ് ഡിവൈഎസ്പി ഓടിച്ചിട്ട് പിടിച്ചു. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ 4:30 മണിക്ക് ചേർത്തല ഡിവൈഎസ്പി അനിൽകുമാറാണ് ഓട് പൊളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ചേർത്തല ഡിവൈഎസ്പി അനിൽകുമാർ വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. 2 നിലയാണ്. അദ്ദേഹം ചേർത്തല ഡിവൈഎസ്പി ആയിട്ട് വന്ന ശേഷം അദ്ദേഹം മാലിന്യം കൂമ്പാരങ്ങൾ ലോറി കയറ്റി കൊണ്ടുപോകുന്ന ആൾക്കാരോട് പ്രതിമാസം തനിക്ക് 25,000 രൂപ തരണം, അല്ല ലോറി പിടിക്കും. വലിയ ലോറികൾ, പാണ്ടി ലോറി പോലത്തെ വലിയ ലോറികളാണ് മാലിന്യം ചേർത്തലയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ആ ഏജന്റ് വാദി 25,000 വരെ 15,000 രൂപ വെച്ച് പ്രതിമാസം തരാം സാറേ എന്ന് പറഞ്ഞെങ്കിൽ കേട്ടില്ല. 25,000 രൂപ വേണം. അങ്ങനെ പല സന്ദർഭത്തിൽ അവരുടെ ലോറി 6 ലോറികളാണ് അവിടെ മാലിന്യം നീക്കം ചെയ്യുന്നത്. പല സന്ദർഭത്തിലും പിടിച്ചു, കാശ് കൊടുത്ത് പിടിച്ചു. പ്രതിമാസ കണക്കിലോട്ടായി. ഡിവൈഎസ്പി അനിൽകുമാർ കൊല്ലത്ത് അദ്ദേഹം വീട് പണിയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, പണം വേണം എന്നായി. പ്രതിമാസം 25 വെച്ച് തരവുകയും ചെയ്യണം. ഏതായാലും ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ 15,000 വെച്ച് കൊടുക്കാം എന്ന് ആ ലോറിയുടെ കോൺട്രാക്ടർ പറയുകയും ചെയ്തു. അത് അദ്ദേഹം ചെവിക്കൊണ്ടില്ല. വീണ്ടും ഒന്നുകൂടെ പ്രഷർ കൊടുത്ത് സമ്മർദ്ദം കൊടുത്തെങ്കിൽ മാത്രം ഇവൻ പ്രതിമാസം 25,000 കൊണ്ട് തരികയുള്ളൂ എന്ന് ഡിവൈഎസ്പി കണക്കൂട്ടി. അങ്ങനെ ഡിവൈഎസ്പി ഇവൻ്റെ വാഹനങ്ങൾ, ലോറികൾ പിടിച്ചിടാൻ പറയും. പ്രതിമാസം ലഭിക്കുന്നില്ല. അങ്ങനെ 2 വാഹനം ഇപ്പം പിടിച്ചു. അതിനുശേഷം വർക്ക്ഷോപ്പിൽ കിടന്നൊരു വാഹനം കൂടെ പോയി കസ്റ്റഡിയിലെടുത്തു. 3ാമതൊരു വാഹനം വന്നപ്പോൾ ഓടുന്ന വാഹനം കൂടെ പിടിച്ചു. ഒരു നിവൃത്തിയില്ല ജീവിക്കാൻ. ഏതായാലും വിജിലൻസിനെ അറിയിക്കാമെന്ന് തീരുമാനിച്ചു. വിജിലൻസിനെ അറിയിച്ചു. വിജിലൻസ് ട്രാപ്പ് ഒരുക്കി. ഡിവൈഎസ്പി ബെന്നി ആയിരുന്നു വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥൻ. അത് FIR ഇട്ടു. അതിനുശേഷം ഡിവൈഎസ്പി അതേ റാങ്കിലുള്ള ആളാണെങ്കിലും പിടിക്കാൻ തീരുമാനിച്ചു. രമേശ് ചെന്നിത്തലയുടെ പുതിയ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, പ്രോജക്റ്റ് 0. വിജിലൻസിന് കൊടുത്തതാണ് പ്രോജക്റ്റ് 0. കൈക്കൂലി കേരളത്തിൽ പിടിക്കാനും അത് നിശേഷം കൈക്കൂലിക്ക് വാങ്ങുന്നവരെ ഒതുക്കാനും വേണ്ടി പ്രോജക്റ്റ് 0 എന്നൊരു പ്രോഗ്രാം വിജിലൻസിന് കൊടുത്തു. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ചാർജ് എടുത്ത ഉടനെ അത് വളരെ സക്സസ്ഫുള്ളായി. ചെറിയ ആൾക്കാരെ അല്ലല്ലോ പിടിക്കട്ടെ, കൈക്കൂലി വാങ്ങുന്ന വലിയ ആൾക്കാർ, അത് ചീഫ് സെക്രട്ടറി റാങ്ക് വരെ ആരെങ്കിലും ഈ രീതി കൈക്കൂലി വാങ്ങിയിട്ട് പിടിക്കണം. ഏതായാലും ഡിവൈഎസ്പി ബെന്നി ഒരു ഭാഗ്യവാനാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഓട് പൊളിക്കുന്ന ഡിവൈഎസ്പി ഇന്ന് വരെ ഞാൻ പിടിച്ചിട്ടില്ല. ഓട് പൊളിക്കുന്ന കള്ളന്മാരെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഓട് ഒഴിച്ച് രക്ഷപ്പെടുന്ന കള്ളന്മാരെ ആ CCTV ദൃശ്യത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ ആകെ കണ്ടിരിക്കുന്നത് ഒരു സിനിമാ നടൻ മീശവാദവനിൽ ഓട് പിടിച്ചിടങ്ങുന്നൊരു കള്ളൻ. അത് അഭിനയിച്ചത് ദിലീപാണ്. നല്ല തന്മയത്വമായിട്ട് ദിലീപ് ആ കള്ളൻ്റെ റോൾ അതിനകത്ത് ചെയ്തു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓട് പൊളിച്ചിറങ്ങുന്നത് കള്ളന്മാരെ ഒക്കെ നമ്മൾ പിടിച്ചത് വളരെ കുറവായിരിക്കാം. പക്ഷേ ഒരു ഡിവൈഎസ്പി ഓട് പൊളിച്ച് ഇറങ്ങുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. കേരള പോലീസിന്റെ മാനം കളഞ്ഞ ഒരു സംഭവമാണത്. അദ്ദേഹത്തിൻ്റെ അവിടെ കൈക്കൂലി കൊടുക്കാം എന്ന് പറഞ്ഞ് വാഹനം റിലീസ് ചെയ്യാൻ അതിന് 2 ലക്ഷം രൂപ വേണമെന്ന് ഡിവൈഎസ്പി അനിൽകുമാർ പറഞ്ഞു. ഞാൻ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തരാം, 50,000 രൂപ ആയിട്ട് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി വിജിലൻസിനെ അറിയിച്ചു. ഇന്നലെ 4:30 മണിക്ക് ഡിവൈഎസ്പി വീട്ടിലിരിക്കുകയായിരുന്നു. ആ സമയം അവിടെ കൊണ്ടുതരാൻ പറഞ്ഞു. 4:30 മണിക്ക് അവിടെ ചെന്നു. ഒരു ലുങ്കിയും ബനിയനും മാത്രം ഇട്ട് വീട്ടിലിരുന്ന കയ്യില്ലാത്ത ബനിയനാണ്. ഡിവൈഎസ്പി കണ്ട്
വളരെ ശോചനീയാവസ്ഥയിൽ ഒരു കസേരയിൽ ഇരിക്കുന്നതൊക്കെ നമ്മളിപ്പം കണ്ടു. അവിടെ വന്ന് 50,000 രൂപ കൊടുത്തു ലോറിയുടെ കോൺട്രാക്ടറുകാരൻ. കൊടുത്തുടനെ അയാൾ സിഗ്നൽ കൊടുക്കും. ഇയാളെ പിന്നെ വിജിലൻസ് ഡിവൈഎസ്പി സംഘം ഉണ്ടായിരുന്നു. വിജിലൻസ് ആണ് എന്ന് ഇദ്ദേഹത്തിന് ഡിവൈഎസ്പിക്ക് മനസ്സിലായി. പെട്ടെന്ന് വെട്ടുകത്തി എടുത്ത് അവിടെ കുറെ സീനുണ്ടാക്കി. വെട്ടുമെന്നൊക്കെ പറഞ്ഞു. ബെന്നിയും സംഘവും പോലീസ് ഉദ്യോഗസ്ഥരും ഡിവൈഎസ്പി ആണ് പിടിക്കാൻ പോകുന്നത്. അവർ സ്വല്പം കരുതലോടെ ആണല്ലോ. കൈക്കൂലി കേസൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഡിവൈഎസ്പി ആകുമ്പോൾ കരുതലോടെ അവരും പോയി. വെട്ടുകത്തി എടുത്ത് അവരെ കാണിച്ച് വെട്ടുമെന്ന് പറഞ്ഞ് അതിനുശേഷം വാദിയെ വെളിയിലോട്ട് പോയപ്പോൾ വാതിലടച്ചു. പോലീസ് ആ വീട് വളഞ്ഞു. വിജിലൻസ് പോലീസ് ഇദ്ദേഹത്തിനെ കുറേ നേരം കണ്ടില്ല. പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പം 2ാം നിലയിലെ ഓട് പൊളിച്ച് അദ്ദേഹം വെളിച്ചാടി. ചാടി ഇറങ്ങി ഓടിച്ചിട്ട് പിടിച്ചു ബെന്നിയും സംഘവും. ഏതായാലും ബെന്നിയും ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അഭിനന്ദിക്കുന്നു ഞാൻ. കൈക്കൂലി വാങ്ങുന്നവന്മാരെ ഇതുപോലെ തന്നെയാണ് പെരുമാറേണ്ടത്. ആ വീട്ടിലൊരു ബെന്നിന്, ഒരു കൈയില്ലാത്ത ബെന്നിന് ഒരു ലുങ്കി ഇട്ടിരിക്കുന്ന ഇരിപ്പ് പാവം തോന്നി. ഡിവൈഎസ്പി ആണല്ലോ. പക്ഷേ പൊതുജനങ്ങളുടെ പൈസ കിട്ടാതെ ഉറക്കം വരില്ല ചില പോലീസ് ഏമാന്മാർക്ക്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെ കൊണ്ട് ഇരുത്തി 2 പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ കൈകൾ രണ്ടും പിടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. അവിടെ ഫിനോക്തലിൻ അദ്ദേഹത്തിൻ്റെ വെള്ളത്തിനകത്തോട്ട് മുക്കാൻ അദ്ദേഹം കൈ അത് ശരീരത്തിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ മുണ്ടിൽ എവിടെയെങ്കിലും തൂത്ത് കഴിഞ്ഞാൽ ഫിനോക്തലിൻ ഡസ്റ്റ് അത് നഷ്ടപ്പെടുന്നതുകൊണ്ട് കയ്യെ പിടിച്ചിരിക്കുകയാണ്. ആ കൈ കൊണ്ടാണല്ലോ കൈക്കൂലി വാങ്ങിച്ചത്. നോട്ട് എണ്ണിയൊക്കെ വെച്ചിട്ടുണ്ടാവും. 50,000 അല്ലേ? അപ്പോൾ കയ്യിലെ ശരിക്കും പറ്റിയിട്ടുണ്ടാവും. കൈ രണ്ടും പിടിച്ച് ബലമായിട്ട് അവർ ആ സൊല്യൂഷനകത്ത് മുക്കാൻ ശ്രമിച്ചു. അദ്ദേഹം അല്പം ബലം പ്രയോഗിച്ചു. കൈ മുക്ക് എൻ്റെ പൊന്ന് സാറേ എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടു. അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലല്ലോ. പിടിക്കപ്പെട്ടില്ലേ, അല്ലെങ്കിൽ അവരുടെ പണി പോകത്തില്ലേ? ഇത് ഡിവൈഎസ്പി അല്ലേ പിടിച്ചത്. കൈ ആ വെള്ളത്തിൽ മുക്കി അതിൻ്റെ കളർ മാറി റോസ് കളർ വന്നു. പിടിക്കപ്പെട്ടു. ഇനി അതിൽ നിന്ന് മോചനമില്ല. പെൻഷൻ പോലും കിട്ടൂല. ശിക്ഷിക്കും. നല്ല എവിഡൻസ് ആണിത്. കാരണം അതിൻ്റെ CCTV ദൃശ്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് വിജിലൻസ് ആലപ്പുഴ ആ ഡിവൈഎസ്പിയെ, വിജിലൻസ് SP, ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയെ അഭിനന്ദിക്കുന്നു. ഇതുപോലെ ഒരു 2-3 പിടുത്തം പിടിച്ചാൽ, കുറച്ച് ഹയർ റാങ്കിലുള്ളവരെ പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് നല്ല എഫക്റ്റ് ഉണ്ടാവും. കേരളത്തിലെ അഴിമതി കുറേയൊക്കെ കുറയും. പിന്നെ ക്ലാസിക്കായിട്ട് കൈക്കൂലി വാങ്ങുന്നവരൊക്കെ ധാരാളം ഉണ്ട്. ഏതായാലും ബെന്നി ഭാഗ്യവാനാണെന്ന് ഞാൻ പറയാൻ കാരണം, ഓടളക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഡിവൈഎസ്പിയെ പിടിക്കാനുള്ള ഭാഗ്യം ബെന്നിക്ക് ഉണ്ടായി, ഡിവൈഎസ്പിക്കാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല.